ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ഡവി ഡിലൈറ്റ്. ഇന്ന് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ 3 ടയർ കേക്ക് ഡെലിവറി ചെയ്യുമ്പോഴേ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ നല്ല കട്ടറൊക്കെ ഉള്ള റോഡുണ്ടല്ലോ, അപ്പോൾ അതിലൂടെ എങ്ങനെയാണ് നമ്മൾ ഈ ടാസ്ക് പിടിച്ച കേക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്, അതും താഴെ ഡമ്മിയൊക്കെ ആയിട്ടുള്ള കേക്ക് എങ്ങനെ ഡെലിവറി ചെയ്യാൻ സേഫായിട്ട് എന്നുള്ളൊരു വീഡിയോയും കൂടെയാണ്. അതേപോലെ നമ്മളുടെ കുറച്ച് ഉത്സവങ്ങളും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ആരും കാണരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ ഈ കേക്ക് എന്ന് പറയുന്നത് താഴെ ഡമ്മി, മേലോട്ടൊരു 2 നില ചോക്ലേറ്റ് ട്രഫിൾ കേക്കും കൂടാണ് കേട്ടോ. അപ്പോൾ ഈ കേക്ക് നമുക്ക് തന്നിരിക്കുന്ന ഇവൻറ്റ് കാറ്ററിംഗ് ആയിട്ടുള്ള നമ്മളെ നവോദയാണ്. അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവർ ചെയ്യുന്ന എല്ലാ ഇവൻറ്റ്സും. അപ്പോൾ ഞാൻ ഒരുപാട് ഇവൻറ്റ്സിന് അവരുടേത് പങ്കെടുത്തിട്ടുണ്ട്. നമ്മളുടെ ഡമ്മീസിലൊക്കെ ഇതെനിക്ക് സ്റ്റാക്കേഴ്സ് ഫിക്സ് ചെയ്യണോ എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജും അല്ലാതെ കമൻസും ഒക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും പറയും, മസ്റ്റായിട്ട് നമ്മൾ ഡമ്മിയിലും സ്റ്റാക്കർ കൊടുക്കണം. അപ്പോൾ ഡമ്മി നല്ല തിക്കാണ്, നല്ല ഹാർഡൊക്കെയാണ്, ശരിയാ വെയിറ്റ് താങ്ങും. എങ്കിൽ പോലും നമ്മൾ സ്റ്റാക്കേഴ്സ് കൊടുക്കാതെ ഒരിക്കലും മേലോട്ടുള്ള നില എടുത്ത് വെക്കരുത് കേട്ടോ. ഡമ്മി ഒന്ന് പതുങ്ങാനും മേളിൽ വെയിറ്റ് കയറുമ്പോൾ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഡമ്മി ഒന്നും പറ്റാതിരിക്കാൻ, അതായത് താഴെ ഡമ്മി ഒരു കാര്യങ്ങളും പറ്റാതിരിക്കാൻ നമ്മൾ മസ്റ്റായിട്ട് സ്റ്റാക്കേഴ്സ് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ മിഡിൽ ടയറും ടോപ്പ് ടയറും ഒന്ന് സ്റ്റാക്ക് ചെയ്യാണ്. അപ്പം മിഡിൽ ടയർ എടുത്തപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി കേട്ടോ. ആ ഒരു ഗ്ലൗസിൻ്റെ ആ ഒരു വഴുവഴുപ്പ് കാരണം ഒന്ന് സ്ലിപ്പായി. അതുപോലെ ആ മിഡിൽ ടയർ നല്ല വെയിറ്റ് ആണ് കേട്ടോ, ഒരു 2 kg ഇച്ചിരി കൂടെ ഒക്കെ കാണും മിഡിൽ ടയർ. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ ഗ്ലൗസ് ഊരിയിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് കളിയാക്കി അല്ലാതെ ഒക്കെ മാറി നിന്നും ഒക്കെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഗ്ലൗസ് ഇടുന്നതാണ്. ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ എപ്പോഴും മിക്കാറും ഒക്കെ എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യും. മെജോറിറ്റി എൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, പല വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടില്ല, എവിടെയെങ്കിലുമൊക്കെ കയ്യിൽ പറ്റുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ക്രീം തേക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇഷ്ടമല്ലാത്തതിനാലും പിന്നെ അതേപോലെ തന്നെ ക്രീം എപ്പോഴും കയ്യിൽ പറ്റുമ്പോൾ വാഷ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു ടിഷ്യൂ വെച്ചിട്ട് സ്വൈപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും, ആ ഒരു വൃത്തി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. എങ്കിൽ പക്ഷേ എല്ലായ്പ്പോഴും അങ്ങ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇല്ല കേട്ടോ. പല കാര്യങ്ങളിലും നമ്മുടെ കേക്കിൻ്റെ പല ഡിസൈൻസിലും അതേപോലെ പല മേക്കിങ്ങിലും ഗ്ലൗസ് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസും ഉണ്ട്. ഇനി നമുക്ക് സേഫായിട്ട് ഇത് എങ്ങനെ ഡെലിവറി ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് എനിക്ക് ഇച്ചിരി ടെൻഷനുള്ള കേക്കാണ് കേട്ടോ. താഴെ ഡമ്മി വരുന്ന എല്ലാ കേക്കും എനിക്ക് ഇച്ചിരി കൂടുതൽ ടെൻഷനാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ നിന്നില്ലെങ്കിലോ എന്ന് എപ്പോഴും ഒരു ആദ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കേക്കിന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ആ സെൻറ്റർ പോർഷനിലെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ സാധാരണ അതിൻ്റെ കറക്റ്റ് അളവിലാണ് നമ്മൾ സ്റ്റിക്ക് എടുക്കുന്നത്, സെൻറ്റർ സ്റ്റിക്ക് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഡവല് ഇച്ചിരി നല്ല മേലോട്ട് നിൽക്കണം, അതായത് ടോപ്പ് ടയർ ഞാൻ കാട്ടി കുറച്ചുകൂടെ മേലോട്ട് നിൽക്കണം. അതായത് ഇതേപോലെ. അപ്പോൾ അത് ഇതേപോലെ നിൽക്കുമ്പോൾ നമുക്ക് ടോപ്പ് എന്തെങ്കിലും വെച്ച് എന്തായാലും നമ്മൾ ഡിസൈൻ ചെയ്യുമല്ലോ. അപ്പോൾ അത് കാണാത്ത രീതി ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ഡെലിവറി ടൈമിന് ആ ഒരു മേളിലും കൂടെ ഒന്ന് പിടിച്ചേക്കണം. പോകുന്ന ടൈമിൽ ആ മേളിലും കൂടെ ഒന്ന് പിടിക്കുകയാണെങ്കിൽ നല്ല സേഫായിട്ട് തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമുക്കിത് കണക്ക് ഫ്ലോറൽ ഡിസൈനാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് കസ്റ്റമർ തന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. അങ്ങനെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതേപോലെ ആയിരുന്നു. അപ്പോൾ കളർ ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രൗൺ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. ബ്രൗൺ കളർ ജെൽ കളർ 1 ഡ്രോപ്പ് കൊടുത്താൽ ഈ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. അത് നല്ല എലഗൻറ്റ് ലുക്കായിരുന്നു. ഇനിയാണ് നമുക്ക് ടാസ്ക് വരുന്നത് കേട്ടോ. ടാസ്ക് ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ടാസ്ക് തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിലെ വിളക്കൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു ടൈമിലായിരുന്നു. പിന്നെ നമുക്ക് ആ വിളക്കെല്ലാം സൈഡിലോട്ട് മാറ്റിയിട്ടാണ് നമുക്ക് ആ ഒരു വഴി, ഒരു സൈഡിൽ മാത്രം മാറ്റിയിട്ട് നമ്മൾ ആ വഴി ഇറങ്ങുമായിരുന്നു. അപ്പം നമുക്ക് അറിയാവുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് നേരത്തെ ഡെലിവറി ചെയ്തോടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ടയർ കേക്ക്സ് അല്ലാതെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക്, വെഡിങ് കേക്ക്, ഇതൊക്കെ നമുക്ക് ആ പറയുന്ന ടൈമിൽ ഓൺ ടൈം ഡെലിവറി ആയിരിക്കും. അല്ലാതെ നമുക്ക് ഒരുപാടൊന്നും നേരത്തെ നമുക്ക് ഡെലിവറി ചെയ്യാനും പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഈ ടയർ കേക്ക്സ് ഒക്കെ. അങ്ങനെ ഏതാണ്ട് നമ്മൾ വീണ്ടും ഈ ഒരു സംഭവമായിട്ട് നമ്മൾ താന്നി വഴിയാണ് കേട്ടോ. നമുക്ക് ആ ഒരു കാപ്പിൽ ബീച്ച് കഴിഞ്ഞിട്ടൊക്കെ ഡെലിവറി ചെയ്യേണ്ട ഒരു ഡിസ്റ്റൻറ്റ് ഡെലിവറി കൂടിയിട്ടായിരുന്നു. അപ്പോൾ ഈ റോഡൊക്കെ ഓക്കെയാണ് കേട്ടോ. നമ്മളുടെ ഈ ഒരു ബീച്ച് ഏരിയ അങ്ങോട്ട് താന്നി ബീച്ച് ഏരിയ അങ്ങോട്ട് കഴിയുമ്പം തന്നെ പിന്നെ നമുക്ക് റോഡേ ഇല്ലയെന്ന് തോന്നും കേട്ടോ. അത്ര ഗട്ടറാണ്. ഒരു സൈഡിൽ കൂടെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു ഗട്ടർ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും, ഈ ഗട്ടറൊക്കെ വരുമ്പോൾ തന്നെ എന്തായാലും കേക്കൊക്കെ വെച്ചിട്ട് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ലോ എന്നല്ലേ? അങ്ങനെയല്ലേ ഇപ്പോൾ വിചാരിച്ച് ഞാനിത് തിരിച്ച് വരുന്ന വഴി എടുത്തതാണ് കൂട്ടുകാരെ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗട്ടർ കണ്ടപ്പോൾ തന്നെ എൻ്റെ ചിരിയൊക്കെ അങ്ങ് പോയി. പിന്നെ ഞാൻ ഇത്രയങ്ങ് പൊട്ടിക്കിടക്കുകയാണ് റോഡ് എന്ന് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു ചിരിയൊക്കെ പോയി ഫോണെല്ലാം മാറ്റിയിട്ട് പിന്നെ ആ കേക്ക് അത്രയും നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ച് പയ്യെ എന്ന് വെച്ചാൽ 10-ലൊന്നും അല്ല കാറ് പോകുന്നത്, അതിലും കഷ്ടത്തിൽ
കഷ്ടത്തിലാണ് ആ ഒരു കുഴി കൂടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചും ആ റൂട്ട് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ആ വണ്ടി വീണ്ടും ഇഴഞ്ഞ് നീങ്ങി കാപ്പിൽ ബീച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബീച്ച് ഏരിയയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, എന്ന് വെച്ചാൽ എന്തോ നമുക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന്. അപ്പോൾ ആ ഒരു ചിരിയൊക്കെ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ടെൻഷൻ എടുത്ത് അത് പിടിച്ചോ, നല്ല രീതിയിൽ നല്ല ഷേക്കായി കേട്ടോ. പക്ഷേ നമ്മളെ കേക്കിനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മെഡോസ് ആണ്. കാപ്പിൽ ബീച്ചിനടുത്തുള്ള മെഡോസ് എന്ന് പറഞ്ഞ റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. കേക്കൊക്കെ സേഫായിട്ട് തന്നെ അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആ ടോപ്പിൽ ആ ഒരു സ്റ്റിക്ക് കൊടുത്തേക്കുന്നതിൻ്റെയും കൂടെ ആണ്. അത് നമുക്ക് മേളിലും താഴെയും കൂടെ ഒരുമിച്ച് പിടിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ വണ്ടി ഓടിക്കുന്നവരുടെ ഒരു കഴിവും കൂടെ ഉണ്ട്, അത് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കൊല്ലുവേ. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഫംഗ്ഷൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ 1 hour ഡിലേ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആ ഒരു കേക്ക് നല്ല AC പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. നമ്മളെ കേക്കൊക്കെ ഒരു 1/2 hour അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറൊക്കെ നല്ല ഓക്കെ ആയിട്ടിരിക്കും. എങ്കിൽ നമ്മൾ കൂളിങ്ങോടെ കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മളുടെ കേക്കിന് എപ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമ്മൾ കേക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രത്യേക ഒരു ഉന്മേഷം, ഒരു സന്തോഷമാണ്. അതാണ് നിങ്ങൾ ഈ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചിരിയൊക്കെ കണ്ടില്ലേ, എന്ത് കറക്റ്റായിട്ട് ആ കേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളൊരു ആശ്വാസമാണ് ആ മനസ്സിൽ കേട്ടോ. പിന്നെ പോകുന്ന വഴി ഡിമാൻഡ്സാണ്, എനിക്ക് അവിടെ ഇറങ്ങണം, കഴിക്കണം, ചായ വേണം, ജ്യൂസ് വേണം, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇതിനെല്ലാം സമ്മതിച്ച് തരും കേട്ടോ. അവിടെ നിർത്തും, എന്തൊക്കെ വേണോ അതെല്ലാം മേടിച്ച് തരും. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്യും. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ താന്നി ബീച്ചിൻ്റെ അടുത്തൊരു കടയാണ് കേട്ടോ. ഒരാൾ കണ്ടില്ലേ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചു. പക്ഷേ എനിക്ക് നല്ല ടെൻഷനുള്ള ടൈമിൽ ഞാൻ എപ്പോഴും ചായ കുടിക്കും കേട്ടോ. അങ്ങനെ വൈകിട്ടൊരു ചായയും ഒന്ന് കിട്ടിയ അത്രയും സന്തോഷം. അതുകൊണ്ട് ഞാൻ ചായയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ആ ഒരു കാറ്റത്തൊക്കെ നിന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ ഭയങ്കര ഒരു സമാധാനമാണ്. പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അല്ലാതെ എക്സ്പ്ലോർ ചെയ്യുന്ന 2 ആൾക്കാരാണ് കേട്ടോ. എന്ത് കിട്ടിയാലും അവിടെ നമുക്കൊന്ന് പുറത്ത് പോകണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിക്കുന്ന 2 പേരാണ് കേട്ടോ. എങ്ങനെ അടിച്ചു പൊളിക്കാൻ എന്ന് ആലോചിക്കുന്ന ഒരേ വൈബുള്ള 2 പേരാണ്. അങ്ങനെ നമ്മൾ ആ തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ കട്ടറും ആ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. കട്ടറൊന്നൊന്നും പറഞ്ഞാൽ പോരാ, അഗാധ ഗർത്തം എങ്ങാണ്ടാണ്, അഗാധ കൊക്കയെന്നൊക്കെ പറയത്തില്ല, ആ രീതിയിലാണ്. കാറ് 10 ഒന്നും അല്ല പോകുന്നത്, അതിലും താഴ്ന്ന ആ നീഡിൽ നിന്നിട്ട് പോലും കിടന്ന് ഷേക്കാവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ എത്തി നമ്മൾ കാറ് ദൂരെയൊക്കെ പാർക്ക് ചെയ്തപ്പോഴത്തേക്കും നമ്മളുടെ വിളക്കൊക്കെ വെച്ച് അടിപൊളി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു റോഡ് കേട്ടോ. അങ്ങനെ റോഡ് മൊത്തം വിളക്കായിരുന്നു. നമ്മളെ വീടിൻ്റെ ഒരു വീടപ്പുറമാണ് കേട്ടോ നമുക്ക് അമ്പലം. അങ്ങനെ വാളത്തുങ്കലുള്ള തച്ചിലഴിയം എന്ന് പറയുന്ന അമ്പലമാണ് കേട്ടോ. ആ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളുടെ വീടും. അപ്പോൾ ആ അമ്പലത്തിൽ ഫുള്ള് വിളക്കിനെ വെച്ച് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും കേട്ടോ. എല്ലാവരും വന്ന് വിളക്കൊക്കെ കത്തിച്ച്, ഞാനും ഒക്കെ വിളക്ക് കത്തിച്ച്, അങ്ങനെ ഫുള്ള് റോഡ് നിറച്ച് വിളക്കാണ് കേട്ടോ. ഒരുപാട് സെക്ഷനുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റ് ലെഫ്റ്റ് എല്ലാം ഫുള്ളി വിളക്കാണ്. അടിപൊളി. അച്ഛനൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. അടിപൊളി. നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ ഉത്സവമൊക്കെ വരുമ്പോൾ. നമ്മൾ വീടിൻ്റെ അടുത്തും കൂടെ അമ്പലമൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു വൈബൊക്കെ ഭയങ്കര രസമാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ, 1 വർഷം കടന്നു പോയോ എന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓരോ വർഷം കടന്നു പോകുന്നതായിട്ട് എനിക്ക് ആ ഒരു ടൈമിൽ ഫീൽ ചെയ്ത് കേട്ടോ. അങ്ങനെ കുറേ വീഡിയോസൊക്കെ അന്ന് എടുത്തു. അതിൻ്റെ കുറച്ച് പാർട്സാണ് കേട്ടോ ഇത്. तुझको तकता है कि कोई इतना खूबसूरत, कोई इतना खूबसूरत, कोई इतना खूबसूरत कैसे हो सकता है कि कोई इतना खूबसूरत, कोई इतना खूबसूरत, कोई इतना खूबसूरत कैसे हो सकता है। खूबसूरती पर तेरी खुद को मैंने कुर्बान किया, मुस्कुरा के देखा तूने, दीवाने पर एहसान किया। खूबसूरती पर तेरी खुद को मैंने कुर्बान किया, मुस्कुरा। അങ്ങനെ ഉത്സവ ദിവസമായി നമ്മൾ ആനയും കാര്യങ്ങളും പ്ലോട്ടും ഒക്കെ ആയിട്ട് ചെണ്ടോട്ടൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചെണ്ടോട്ടായിട്ട് അനിയത്തിൻ്റെ മോനാണ്, അവന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അവൻ കിടന്ന് ചാടി തുള്ളുവാണ് കേട്ടോ. എന്തോ ചെയ്യണമെന്ന് അവൻ അറിയാൻ വയ്യ.
അങ്ങനെ ചെണ്ടോട്ടും അതേപോലെ താലപ്പൊലി എടുക്കാനൊക്കെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒക്കെ അടിപൊളിയായിട്ടൊക്കെ ഒരുങ്ങി, പണ്ട് നമ്മൾ ഒരുങ്ങി പോകുന്ന ഒരു ഓർമ്മയാണ് കേട്ടോ അവരെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ കുറേ കൃഷ്ണന്മാരും അതേപോലെ അതാ കുഞ്ഞു കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല കൃഷ്ണനൊക്കെ ആയിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവരും അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ക്യാമറ കണ്ണ് കൊടുത്തിയ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ ശകുന്തളയിലാണ് കേട്ടോ. അയ്യോ അടിപൊളിയായിട്ട് ഒരു ക്യൂട്ട് ശകുന്തള അതിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മളുടെ ആ ഒരു ശകുന്തള. ഒന്ന് കണ്ടു നോക്കിക്കോ. ಸ್ಮರುದ್ರಾಕ್ಷವ ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ನೀ. നമുക്ക് ആനയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന കാണാനും അതേപോലെ ആ തുമ്പിക്കയിലൊക്കെ വെച്ച് കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ തുമ്പിക്കയിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. പക്ഷേ എനിക്ക് ആന നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് നിൽക്കുന്ന കാണുമ്പോഴേ എനിക്കൊരു പേടിയാണ്. ഇത്തിരി അങ്ങ് മാറി നിന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ പോലും എടുക്കുന്നത്. പണ്ട് തൊട്ടുള്ള ഒരു പേടിയാണ് കേട്ടോ. ഇതേവരെ അത് മാറിയിട്ടില്ല. അതിനുശേഷം പിന്നെ കമ്പമൊക്കെ ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു ഉത്സവമായിരുന്നു ഈ പ്രാവശ്യത്തത്. അപ്പോൾ നല്ല രീതിയിൽ കമ്പം ഒത്തിരി ടൈം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ടൈം ഉണ്ട്. അപ്പോൾ നമ്മളെ നെയ്ബേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്, നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒക്കെ ആയിട്ട് കമ്പമൊക്കെ കാണുവാണ് കേട്ടോ. നമ്മളെ പൊന്നൂസ് ആണെങ്കിൽ പോകുന്നവർക്കും വരുന്നവർക്കും പിന്നെ ഏതൊക്കെ പ്ലോട്ട് ഉണ്ടോ അവർക്ക് എല്ലാവർക്കും കൈ കൊടുത്തോണ്ടേ ഇരിക്കുവാണ് കേട്ടോ. അപ്പോഴാണ് നരസിംഹത്തിന്റെ വേഷം ഇട്ടിട്ട് ഒരു പുള്ളിക്കാരൻ വരുന്നത്. അപ്പോൾ നരസിംഹത്തിന്റെ വേഷം കണ്ടപ്പോഴത്തേക്കും പൊന്നൂസ് പേടിച്ചു കേട്ടോ. കുറേ നേരം കൈതാന്ന് പറഞ്ഞിട്ട് അവൻ കൈ കൊടുക്കുന്നില്ല. എല്ലാവർക്കും കൈ കൊടുത്തോണ്ടിരുന്ന ആളാട്ടോ. അവസാനം എങ്ങനെയെങ്കിലും അവന് പേടിയാണെങ്കിലും അവൻ എങ്ങനെയെങ്കിലും ഒരു കൈ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അങ്ങ് പറഞ്ഞയച്ചു കേട്ടോ. അങ്ങനെ പുള്ളിക്കാരനാണെങ്കിൽ ഏതൊക്കെ കുഞ്ഞുങ്ങളുണ്ടോ എല്ലാവരെയും പേടിപ്പിക്കാനായിട്ട് നിൽക്കുവാണ് കേട്ടോ. എല്ലാവർക്കും പോയി കൈ കൊടുക്കുന്നവരെല്ലാവരും കരച്ചിലാണ് കേട്ടോ. അത് നമ്മളെ അങ്ങനെ അടുത്ത് കാണുമ്പോൾ ഇത്തിരി പേടിയാണ്. അത് കണ്ടിട്ട് എൻ്റെ മോൻ താണ്ട് ചാടിത്തുള്ളി എന്നാ ഒന്ന് കൈ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും ദൂരെ മാറി നിന്നിട്ട് ഒരു കൈ കൊടുക്കുന്നത് കേട്ടോ. കൈ കൊടുത്തതോ ഡാൻസ് കളിച്ചിട്ടാണ് നരസിംഹ ആ ഒരു ഫിഗറിന് വിടുന്നത് കേട്ടോ. അങ്ങനെ അന്ന് കുറേ കലാപരിപാടികളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു കേട്ടോ ഇത്. ദർ പാമ്പോണ്ടി റോഡ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ നല്ലപോലെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉള്ളത് പറയണമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ നെയ്ബേഴ്സ് എല്ലാവരും റോഡിലുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ആ ഒരു ചെണ്ടയുടെ ഫ്ലോവിന് എല്ലാവരും കളിക്കുവാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു പുള്ളിക്കാരനാണ് കേട്ടോ. അവൻ വന്നിട്ട് താണ്ട് നമ്മളെ ഹസ്ബൻഡിൻ്റെ അനിയനെയും കൂടെ കൊണ്ടുപോകാണ് കേട്ടോ. ആ ഫ്ലോയിൽ അവർ അങ്ങ് ഓളത്തിനൊത്ത് തുള്ളി അങ്ങ് പോവാണ്. പിന്നെ അങ്ങനെ ഒരാളെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ചെണ്ടമേളമൊക്കെ ചെയ്യുന്നവരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എവിടെയെല്ലാം പോയിട്ടാണ് നമ്മളുടെ ഈ മെയിൻ അമ്പലത്തിലോട്ട് രാത്രിയാണ് കേട്ടോ വരുന്നത് ഇതെല്ലാം. അപ്പം അത്രയും ടൈം അവർ കണ്ടിന്യൂസ് ഈ ഒരു ചെണ്ടമേളമാണല്ലോ. അപ്പോൾ അത്രയും എനർജറ്റിക് ആയിട്ടൊക്കെ അതും ഒരു ആ ഒരു ലാസ്റ്റ് ടൈം പോലും അവർക്ക് ഫുൾ എനർജിയാണ് കേട്ടോ. അടിപൊളി ചെണ്ടമേളവും കാര്യങ്ങളും എല്ലാം ആയിരുന്നു.
അങ്ങനെ ഈ സൗണ്ടുകളെല്ലാം കേട്ടിട്ട് നമ്മൾ തക്കുട ആകത്ത് പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവനാണ് ഈ സൗണ്ടും കാര്യങ്ങളും ഒന്നും അങ്ങോട്ട് പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞ് പാട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അവനെ രാത്രി ഇങ്ങനെ വെളിയിലേക്ക് ഇറക്കി ഇങ്ങനെ നിർത്തും നമ്മൾ കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഹസ്ബൻഡിനെ കാണുമ്പോൾ പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയത് ഇങ്ങനെ അങ്ങ് കിടക്കും, കയ്യിലും കൂടെ നമ്മളെ കൂടെ ഒക്കെ അങ്ങ് കിടക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഉത്സവവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അതിന് ഉത്സവമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ ഒരു മൂകതയായിരിക്കും, സൗണ്ടും കാര്യങ്ങളും ഒന്നും കേൾക്കത്തില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതേക്ക് ഒരുപാട് നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് വിട്ടേക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ഇട്ട് കാണാം. അതുവരെയും ബൈ ബൈ.